മൈ ഗൈസ് നമ്മളെ വണ്ടി ഒന്ന് ഷോറൂമിൽ ഇടാൻ വേണ്ടിട്ട് പോവാം. ഇപ്പം പുതിയ വണ്ടി വാങ്ങാൻ വന്ന പോലെ വന്നിക്കണം. അത്രക്ക് ടോപ്പ്. നമുക്ക് ഇതിനെ പറ്റിയ ഒരു പുറത്തല്ലാത്തോണ്ട് ഓനാണ് ഇതൊക്കെ ശരിയാക്കുക. കംപ്ലൈന്റുകളൊക്കെ പാടെ നോക്കിയപ്പോ തന്നെ ഒരു 25,000 രൂപയുടെ പണിയുണ്ട്. ആ വെള്ളക്കുപ്പായം കൂളിംഗ് ഗ്ലാസ് തന്നെ ഉള്ളൂ. ഈ പൈപ്പ് എങ്ങനെ തുറക്കാന്ന് പോലും ഓനക്ക് അറിയൂല. 7th ലോഞ്ച് കയറിയാണ്ട് നമ്മളൊരു ബിരിയാണി എടുത്തു. ഈ കാണുന്ന ഡിഫൻഡറിലാണ് നമ്മൾ ഇഞ്ചി പോകുന്നത്. നമ്മളിതിൽ ആദ്യമായിട്ട് പോകണം. അതിന്റെ പോലെയാണ് മോത്താണ്. എന്ത് ഡിഫൻഡർ ആയാലും AC നമ്മളെ സുസൂക്കിന്റെ അത്ര പോരാ, കാറ്റ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിഫൻഡർ വാങ്ങാത്ത. അല്ലാത്ത പൈസ അല്ലാണ്ടല്ല. കറങ്ങണ കസാലയിൽ ഇരുന്ന പോലെയാണ് മൂപ്പ്. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പുതിയതായി ലോഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഒക്കെ സർപ്രൈസ്. അതിന്റെ എഗ്രിമെന്റ് ഒപ്പിടാൻ വന്നിട്ട് ഞാൻ പൊട്ടനായോണ്ട് ഇവനെ ഒപ്പം കൊടുത്തു. ഇവനാണെങ്കിലോ ഇന്നേക്കാളും ലോകപ്പെട്ടു. നമ്മളങ്ങനെ ഒപ്പക്കെട്ട് പരിപാടി സർപ്രൈസ് ഒക്കെ മെല്ലെ മെല്ലെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് തലമുടി ഒന്ന് വെട്ടാൻ വേണ്ടിട്ട് വന്നിട്ട് ഇവിടെ ചെന്ന് നോക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് കട തുറന്നു. നമ്മളെ സിയാബിന്റെ പീടിയാണ്. ഞായറാഴ്ചയായിട്ടും ചെറുക്കം പീടിയ തന്നെ മുടിയെട്ടാനായിട്ട് വന്ന അപ്പളാവാൻ പറഞ്ഞു. അവിടെ കുറെ പരിപാടികൾ പുതിയതായിട്ട് വന്നു. അപ്പൊ ഒരു ബോട്ടോക്സിൻ ചെയ്യാന്ന് വിചാരിച്ചു. ചെപ്പശ്ശേരിങ്ങാടിയിൽ പെഡിക്യൂർ. ഇവിടെ പെണ്ണുങ്ങൾക്ക് വേറെ പീടി, ആണുങ്ങൾക്ക് വേറെ തന്നെ പീടി. ഇവിടെ ആണെങ്കിൽ നെയിലാർട്ടും വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടി എല്ലാ പരിപാടികളും ഇവിടെ. നമ്മളാണെങ്കിൽ ഒരു ബോട്ടോക്സിനെ ചെയ്യാൻ പോകും. അതിന്റെ ക്രീമിന് തന്നെ ഉണ്ട് 27,000 രൂപ. അത്രക്കും ക്വാളിറ്റി ക്രീമുകളാ സിയാബ് യൂസ് ചെയ്യും. അത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡീറ്റാൻ ഉച്ചയപ്പോൾ അവിടെ തന്നെ ഒരു പിസന്റെ പീടിയ പോയിട്ട് ഓരോ പിസി വാങ്ങിത്തു. ഇനി 12,000 രൂപയുടെ ഷാമ്പു കൊണ്ട് നമ്മൾ തല കഗ്ഗാൻ. അതുകൊണ്ട് നേരം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു. എന്റെ മുടി ഇപ്പൊ നല്ല സ്മൂത്ത് ആയി. ബാക്കി നാളെ